അളെ ഞാൻ ഒരു മാസത്തിൽ ജിമ്മി ഉണ്ടാവൂല. അതെന്തളിയാ? അളെ നോമ്പൊക്കെ ഇല്ലേ, അതുകൊണ്ടാണ്. അളിയ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കോച്ചിനോട് ചോദിക്കാം. മക്കളെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോമ്പ് സമയത്ത് എല്ലാവരെ കൊണ്ടും വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോമ്പ് സമയത്ത് വർക്കൗട്ട് ചെയ്യുന്നത് എളുപ്പമാക്കി മാറ്റാം. അത് കൂടാതെ നമുക്കൊരു 4 കിലോ വരെ ഹെൽത്തി ആയിട്ട് കുറയ്ക്കാനും കഴിയും. നമ്മൾ ഏതൊക്കെ സമയത്താണ് വർക്കൗട്ട് ചെയ്യാൻ എളുപ്പം എന്നുള്ളത് ഞാൻ കാര്യം പറഞ്ഞുതരാം. രാവിലെ നമ്മൾ ഇടയത്താഴം കഴിക്കുമല്ലോ. എത്ര മണിക്കാണ് നമ്മൾ ഇടയത്താഴം കഴിക്കുന്നത്? ഒരു 4:30 ആ സമയത്തേക്കല്ലേ, 4 സമയത്ത്. അത് കഴിഞ്ഞ് നമ്മൾ സുബഹിക്ക് ശേഷം 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വലിയ ക്ഷീണം അനുഭവപ്പെടത്തില്ല. അതിനുശേഷം പറ്റിയ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നത് 6:30 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് നമ്മൾ വന്ന് വർക്കൗട്ട് ചെയ്യുക. അതൊരു 45 മിനിറ്റൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യാവും. ഒരുപാട് കാർഡിയോ ഒക്കെ ചെയ്ത് നമ്മൾ തളരരുത്. പിന്നെ നമുക്ക് പറ്റിയ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഗ്‌രിബിന് ശേഷം, എന്ന് വെച്ചാൽ നോമ്പ് മുറിച്ചതിന് ശേഷം. അപ്പൊ എങ്ങനെ നോമ്പ് മുറിക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. നോമ്പ് മുറിക്കാൻ മുന്നേരത്ത് നമ്മൾ ഒരുപാട് ആഹാരം വലിച്ചുവാരി കഴിക്കരുത്. നമ്മൾ ഒരു ഈത്തപ്പഴമോ കുറച്ച് വെള്ളമോ കുടിച്ച് നമ്മൾ വരണം, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കുടിച്ച് വരണം. വർക്കൗട്ടിന് ശേഷം നമ്മൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുക. നോമ്പ് മുറിക്കുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം കഴിക്കാം എന്നുള്ളതാണ് കേട്ടോ. നോമ്പ് മുറിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ചായ, ജ്യൂസ് ഐറ്റങ്ങൾ, നാരങ്ങ വെള്ളം, അത് കണക്ക് നമുക്ക് ജിലേബി, അലുവ, പപ്സ് ഇതൊന്നും കഴിക്കാൻ പാടില്ല. കാരണം ഇത്രയും നേരം നമ്മൾ ഫാസ്റ്റിംഗ് എടുത്തിട്ട് അത് നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കരുത്. ഇത്രയും നേരം നമ്മൾ ഫാസ്റ്റ് ചെയ്തതിന്റെ നമുക്കൊരു ഉപകാരവും കിട്ടത്തില്ല. അതിന് പകരം ഉപദ്രവം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് ഗ്യാസ് ഫോം ആവും, അല്ലെങ്കിൽ പിന്നെ അസിഡിറ്റി ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കൂടെ നമ്മൾ ഈ സമയത്ത് എന്ത് ചെയ്യണം? ശുദ്ധമായ വെള്ളമോ അല്ലെങ്കിൽ നമുക്ക് ഈത്തപ്പഴമോ കൊണ്ട് നോമ്പ് മുറിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് കട്ട് ഫ്രൂട്ട് കഴിക്കാം കേട്ടോ. നമുക്ക് ഏതാണ്? തണ്ണിമത്തൻ, ആപ്പിള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ച് ലഘുവായി കഴിച്ച് നോമ്പ് മുറിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 നേരം നമ്മൾ ആഹാരം കഴിച്ചില്ല എന്ന് വെച്ചു, ഇപ്പൊ രാവിലെ നമ്മൾ ആഹാരം കഴിക്കുന്നില്ല, ഉച്ചയ്ക്കും കഴിക്കുന്നില്ല എന്ന് വെച്ചുകൊണ്ട് ഹെവി ആയിട്ടൊരു മീൽ രാത്രി കഴിക്കരുത്. നമുക്ക് വിശപ്പടങ്ങുന്ന രീതിയിലുള്ള മീൽസ് മാത്രമേ പിന്നീട് ഈ നോമ്പ് മുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാവൂ. അല്ലാതെ ഹെവിയായി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തടി കുറയുന്നതിന് പകരം തടി കൂടുകയേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നോമ്പ് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനും ഏകദേശം ഒരു 4 കിലോ വരെ നമുക്ക് കുറയ്ക്കാനും കഴിയുന്നതാണ്. അപ്പൊ മക്കളെ, ജിമ്മ് 1 മാസം ലീവ് എടുക്കണോ വർക്കൗട്ട് ചെയ്യണോ നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ വർക്കൗട്ട് ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് ആയിരിക്കും. ഓക്കെ.